മക്കളെ നമസ്കാരം. നമ്മൾ പുതിയ ക്ലാസ്സിലേക്കാണ് അല്ലേ? നമ്മൾ ഇതുവരെ കേട്ടതും പല പ്രാവശ്യം ഉച്ചരിച്ചതുമായ ആ എന്നുള്ള അക്ഷരം മുതൽ സ്വരാക്ഷരങ്ങൾ നമ്മൾ എഴുതി പഠിക്കാൻ പോകുന്നു. ഇതാണ് നമ്മുടെ ആ സ്വരാക്ഷരങ്ങളിലെ ആദ്യത്തെ അക്ഷരം. ഇതിനൊരു പേര് ഉണ്ട്, വർണ്ണം. ഓക്കെ, അതെങ്ങനെയാണ് എഴുതുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതുവരെ നമ്മളെല്ലാം 2 വരയിൽ തന്നെ എഴുതി പഠിച്ചത് അല്ലേ? ആയും നമ്മൾ 2 വരയിൽ തന്നെ തുടങ്ങുന്നു. നമ്മൾ പഠിച്ച അക്ഷരങ്ങളിൽ ദയയുടെ ദ എടുക്കുക, റാ എടുക്കുക, രാ എടുക്കുക. ഇത് 3ഉം കൂട്ടിച്ചേർന്ന് കഴിയുമ്പോൾ ആ എന്ന അക്ഷരം കിട്ടും. പക്ഷെ വടിവൊത്ത് എഴുതാൻ ഇനി മുന്നേ പഠിച്ച അക്ഷരങ്ങളും ഇനിയുള്ള അക്ഷരങ്ങളൊക്കെ നമ്മൾ വടിവൊത്ത് ശീലിക്കണമെങ്കിൽ വരകളുടെ എണ്ണമൊക്കെ കുറയ്ക്കൊക്കെ ചെയ്യണം. ആ എഴുതുമ്പോൾ 2 വര ബ്ലാക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. കണ്ട ആ പച്ച വരയിലാണ് നമ്മൾ വളക്കുന്നത്. ആ എന്താ വേണ്ടത്? 3 പ്രാവശ്യം ആ എഴുതണം. ചിഹ്നങ്ങളില്ല. നമ്മൾ നേരത്തെ നമ്മുടെ 2 വര പുസ്തകത്തിൽ വാക്കുകളെല്ലാം നമ്മൾ എഴുതി അല്ലേ? വാക്കുകളെല്ലാം എഴുതി ചേർത്ത് എല്ലാത്തിലും നമ്മൾ ഓരോ അക്ഷരം പഠിച്ചപ്പോഴും ആ അക്ഷരത്തിൽ തുടങ്ങുന്ന വാക്ക് എഴുതി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? പുതിയൊരു പേജ് എടുക്കുക. പുതിയൊരു പേജ് എടുത്തിട്ട് അവിടെ ആ എന്നുള്ള അക്ഷരം എഴുതുക. എത്ര പ്രാവശ്യം എഴുതണം? 3 പ്രാവശ്യം ആ എഴുതണം. എന്നിട്ട് ആയിൽ തുടങ്ങുന്ന വാക്കുകൾ, ആയിൽ തുടങ്ങുന്ന ഒരു വാക്ക് പറഞ്ഞ് അറ, അര, അണ, അരണ, അരവണ. ഓക്കെ, എടുത്തു കഴിഞ്ഞ് ഇനി അടുത്തത് ഇനി നമുക്ക് പുറകിലോട്ട് പോയിട്ട് നമ്മൾ വാക്കുകളൊന്നും എഴുതണ്ട. കാരണം എല്ലാം ആയിൽ തുടങ്ങുന്നതും അവസാനിക്കുന്നത്. റവ എന്ന് പറഞ്ഞാൽ റായിലുമുണ്ട്, ആ വായിലുമുണ്ട്. പക്ഷേ അവിടെ ചിഹ്നങ്ങളില്ല. ആ എന്നുള്ള ഉച്ചാരണത്തിന് ചിഹ്നമില്ല. നമ്മൾ കേട്ടും പറഞ്ഞും ഒക്കെ നമ്മൾ പരിചയപ്പെട്ടു, എഴുതാനും പഠിച്ചു. 3 പ്രാവശ്യം എഴുതുക. 3 പ്രാവശ്യം കഴിഞ്ഞാൽ ആ വരിയിൽ എന്തെഴുതണം? ആയിൽ തുടങ്ങുന്ന വാക്കുകൾ. ഓക്കെ, അടുത്ത അക്ഷരം ആ. നീട്ടുന്നു, ദീർഘിപ്പിക്കുന്നു. എങ്ങനെയാണെന്ന് നോക്കാം. ആ തന്നെ നമ്മൾ എഴുതി അതിനുശേഷം താഴേക്ക് ഉണ്ട്. അപ്പം നമുക്ക് എത്ര വരിയുണ്ട്? ആ എഴുതാൻ നമ്മൾ 3 വരി അല്ലേ? ബ്ലാക്കാണ് ബേസ്. വീണ്ടും നടുക്ക് നമ്മൾ ഒടിവൊക്കെ കൊടുക്കാൻ നടുക്ക് വരച്ചു. ആ എഴുതിയപ്പോൾ നമ്മൾ 4 വരി ഉപയോഗിച്ചു. ആ ദീർഘിപ്പിച്ചു ശബ്ദം. അപ്പോൾ ആയിൽ നിന്ന് വ്യത്യാസം വന്നു അല്ലേ? എഴുത്തിലും അത് കാണിക്കണം. ഇങ്ങനെ ഒരു ദീർഘം വന്ന് എത്ര പ്രാവശ്യം എഴുതണം? 3 പ്രാവശ്യം എഴുതുക. ആ. ഇനി എല്ലാ അക്ഷരങ്ങളും പിറകോട്ടെടുക്കുക. നമ്മുടെ വ്യഞ്ജനാക്ഷരങ്ങളിലേക്ക് നമ്മൾ ചെല്ലണം. ഓരോ അക്ഷരവും എടുക്കുക. അവിടെ നമ്മൾ ആ ശബ്ദമുള്ള വാക്കുകൾ എഴുതി കഴിഞ്ഞു. ഇനി എന്ത് വേണം? ആ ശബ്ദം കൊടുത്ത് എഴുതണം നമുക്ക്. ഉദാഹരണത്തിന് നമ്മൾ ക എന്നുള്ള അക്ഷരത്തിനാണ് ആ ശബ്ദം കൊടുക്കുന്നതെങ്കിൽ ഇതാണ് അതിൻ്റെ രീതി. ക ക ആ കാ. അത് ഒന്നിച്ചെഴുതാനായിട്ട് ഇതാണ് ആ അക്ഷരം. കാ എന്നുള്ള അക്ഷരം. അവിടെ എന്തെന്നാ കൊടുത്തത്? ഈ ദീർഘം ഈ ഭാഗത്തേക്ക് കൊടുത്തു. അതായത് ഈ ദീർഘം ഉണ്ട 2 വരയുടെ ഉള്ളിൽ കൊടുത്തു. ഈ ചിഹ്നത്തിൻ്റെ പേര് ആ എന്നുള്ള ചിഹ്നത്തിൻ്റെ പേര് ദീർഘം. ഓക്കെ, അപ്പം ആ പുതിയ പേജ് എടുക്കുക. ആ എന്നുള്ള സ്ഥലത്ത് ആയിൽ തുടങ്ങുന്ന വാക്കുകൾ ആന, ആമ, ആശ, ആല. പിന്നെ കൂട്ടക്ഷരവും നിങ്ങൾക്ക് എഴുതാം. ആശമ്മ, ആലക്കൽ എന്നൊക്കെ എഴുതാം. ഇനി പിറകോട്ട് എല്ലാ വാക്കുകൾക്കും ആ എന്നുള്ള ശബ്ദം കൊടുത്തിട്ട് എഴുതുക. കായാണെങ്കിൽ എന്തെഴുതാം? നമ്മൾ കറ എന്നെഴുതിയിട്ടുണ്ട്. അതിൻ്റെ അടുത്ത വരിയിൽ, തൊട്ടടുത്ത വരിയിൽ എന്തെഴുതണം? ഈ ശബ്ദം ഒരു പ്രാവശ്യം ഇത് എഴുതണം. എന്നിട്ട് കാർ എഴുതാല്ല, കാര എഴുതാല്ല. ഓക്കെ, എല്ലാ അക്ഷരങ്ങൾക്കും കൊടുക്കണം. അടുത്തത് ആ കഴിഞ്ഞാൽ നമ്മളുടെ അപ്പോൾ ആ എങ്ങനെയാണെന്നുള്ളത് പ്രിന്റിൽ കാണിച്ചു തരാം. ഉണ്ടോ? ആ ഇതാണ് ആ എന്നുള്ള അക്ഷരം. അതിൻ്റെ ചിഹ്നവും പഠിച്ചു. ഇപ്പോൾ 2 അക്ഷരത്തിന് ഒരു ചിഹ്നം നമ്മൾ പഠിച്ചു. അടുത്തതാണ് ഇ എന്നുള്ള അക്ഷരം.
നമ്മൾ 2 വരയിൽ വ്യഞ്ജനങ്ങൾ പഠിച്ചപ്പോൾ 2 വരയുടെ താഴേക്ക് വന്ന ഏക അക്ഷരമാണ് ള. അപ്പോൾ നമ്മൾ കൈക്കൊക്കെ ഒരു വളവ് നമ്മൾ ശീലിച്ചിട്ടുണ്ട്. ഈ അതുപോലെ എഴുതണം. നോക്കാം എങ്ങനെയാണ് ഈ എഴുതുന്നതെന്ന്. ഇതാണ് ഈ എന്നുള്ള അക്ഷരം. അപ്പോൾ പുതിയ പേജ് എടുക്കുക, ഈ എഴുതുക. എന്നിട്ട് എന്ത് വേണം? ഈയിൽ തുടങ്ങുന്ന വാക്കുകൾ ഇല, ഇര, ഇവ, ഇമ, ഇവർ, ഇതൾ, അല്ലേ? ഇഷ്ടംമാതിരി നമുക്ക് അർത്ഥവത്തായ വാക്കുകൾ മുന്നേ പഠിച്ച വ്യഞ്ജനാക്ഷരങ്ങളെ കൂട്ടി എഴുതണം. അതിനുശേഷം നമ്മുടെ വ്യഞ്ജനാക്ഷരങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ശബ്ദം കൊടുക്കണം? അക്ഷരങ്ങൾക്ക് ഈ ശബ്ദം കൊടുക്കണം, അല്ലേ? അതായത് പ എന്നുള്ള അക്ഷരത്തിന് ഈ ശബ്ദം കൊടുത്തു. അപ്പോൾ എന്ത് വരും? ആ ആ എന്തായിരിക്കും? ഇ. അത് ഇങ്ങനെയാണ് കൊടുക്കേണ്ടത് കേട്ടോ. ഇ എന്താ? ഇതാണ് പി. പായോടുകൂടി ഈ ശബ്ദം കൊടുത്തപ്പോൾ ഈ അക്ഷരം പി. ഇവിടെ എന്ത് എഴുതണം നമ്മൾ? പി. പാ എഴുതി. ടീച്ചർ വരച്ചത് എന്തിനാണെന്നറിയാമോ? ഇത് കാണിക്കാനാണ്. മുകളിലേക്കൊരു ലൈൻ കൊടുത്തത് കണ്ട? പി. പിരി, ചിരി, തിരി, അല്ലേ? ഇഷ്ടമുള്ള അർത്ഥവത്തായ വാക്കുകൾ എല്ലാ അക്ഷരങ്ങൾക്കും കൊടുക്കണം. പേജുകൾ മറിച്ച് മറിച്ച് മറിച്ച്. അപ്പോൾ നമ്മളിപ്പോൾ ആ ഈ വരെയുള്ള വാക്കുകളും അതിന് ചേർന്ന ചിഹ്നം ചേർത്തിട്ടുള്ള അക്ഷരവും വാക്കുകളും കൊടുത്തു കഴിഞ്ഞു, അല്ലേ? അടുത്തതാണ് ഈ. എന്താണ് ഈ? ഇത് ഈ എന്നുള്ള അക്ഷരമാണ്. അത് അവിടെ എന്താ മാറ്റം വന്നത്? ഈ എന്നുള്ള അക്ഷരത്തോടു കൂടി ഒരു ചിഹ്നം ചേർത്തിട്ടാണ് ഈ എന്നുള്ള അക്ഷരം കിട്ടിയേക്കുന്നത്. ഈ എന്നുള്ള അക്ഷരത്തോടു കൂടി ഒരു ചിഹ്നം. ആ ചിഹ്നത്തിൻ്റെ പ്രത്യേകത നമുക്കൊരു കുഞ്ഞു നാ എഴുതിയിട്ട് താഴേക്ക് വളച്ച് അതും കൂടി ചേരുമ്പോഴേ ഈ എന്നുള്ള അക്ഷരം കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം ഈ എങ്ങനെയാണ് എഴുതണതെന്ന്. അത് 2 വരയിൽ തന്നെ ഉൾക്കൊള്ളിച്ച് നിൽക്കണം ചിഹ്നം കേട്ടോ. ഈ താഴത്തോട്ട് വരണം, മുട്ടണം കേട്ടോ. ഈ എന്താ ചെയ്യേണ്ടത്? ഈ എന്നുള്ള അക്ഷരത്തിൽ തുടങ്ങുന്ന വാക്കുകൾ ഈറ, ഈറ്റ, ഈച്ച, ഈശൻ, അല്ലെ? ജഗദീശൻ നമ്മൾ ഈശൻ എന്ന് പറയും. അതൊക്കെ എഴുതാം. പിന്നെ കൂടുതൽ ചിഹ്നങ്ങൾ വരുമ്പോൾ നമുക്ക് വാക്കുകൾ കൂട്ടിക്കൂട്ടി എഴുതാം. അപ്പം ഈ എന്നുള്ള അക്ഷരം കിട്ടി. ഇനി ചി, ച എന്നുള്ളതിന് ഈ ശബ്ദം കൊടുക്കണം. ച. ഈ ശബ്ദം കൊടുക്കുമ്പോൾ എന്താകും? ചീ. കെട്ടുവള്ളി. ഈ ചിഹ്നം വള്ളി. ഇതിനെന്താണ്? വള്ളി. ഈ എന്നുള്ള ചിഹ്നം വള്ളി, ഈ എന്നുള്ള ചിഹ്നം കെട്ടുവള്ളി. അപ്പം ഇവിടെ തന്നെ ഒരു ചെറിയ ലൂപ്പിട്ട് താഴേക്ക് ഈ എന്നുള്ള ചിഹ്നം കിട്ടി. ഇപ്പം നമ്മൾ എത്ര അക്ഷരം പഠിച്ചു? ആ ഇ ഈ 4 അക്ഷരം പഠിച്ചു, 3 ചിഹ്നങ്ങൾ പഠിച്ചു. ദീർഘം, വള്ളി, കെട്ടുവള്ളി. ഓക്കെ. ഇനി അടുത്ത അക്ഷരമാണ് ഉ. നോക്കിയേ, ഉ. എളുപ്പമല്ലേ? ഈയുടെ പകുതി എഴുതിയാൽ മതി. ഉ എങ്ങനെയാണ് എഴുതണേന്ന് നോക്കാം. ഉ ഇവിടെ എഴുതാം നമുക്ക് കേട്ടോ. ഉ. അപ്പോൾ എന്ത് വേണം? പുതിയ പേജ് എടുക്കുക. ഉ എന്നുള്ള അക്ഷരത്തിൽ തുടങ്ങുന്ന വാക്കുകൾ എടുക്കുക. ഉമ, ഉറ, ഉറി, ഉരൽ എഴുതാല്ല. എന്ത് വേണം? പിറകോട്ട് പോവുക. ഓരോ അക്ഷരത്തിനും ഉ ശബ്ദം കൊടുക്കുക. അപ്പം നമ്മൾ സ എന്നുള്ള അക്ഷരത്തിന് ഉ കൊടുത്തു. അപ്പം എന്താ ചെയ്യേണ്ടത്? ഇതാണ് ഉ എന്നുള്ള ചിഹ്നം. കണ്ട? ഉ എന്നെടുത്തിട്ട് ചെറുതൊരെണ്ണം, മുഴുവനുമായിട്ട് കൊടുക്കണ്ട, ഉകാരം. ഇനി സു, സുര, അല്ലേ? ഇനി നമുക്ക് സുരഭി എന്ന് എഴുതിയാലോ? എഴുതാമോ? സുരഭി എന്ന് എഴുതാം. നമ്മൾ ഈ ചിഹ്നം പഠിച്ചു. സുധാകരൻ എന്ന് എഴുതിയാലോ? സുധാകരൻ, സുധാകരൻ എഴുതാല്ല നമുക്ക്. എന്താ കാരണം? ആ ചിഹ്നം നമ്മൾ പഠിച്ചു. ഇത് ഉ, ഉകാരം. ഇനി അടുത്ത അക്ഷരമാണ് ഊ. ഇപ്പം ഊ മനസ്സിലായില്ലേ? ഊ. ഇതാണ് ഊ എന്നുള്ള അക്ഷരം. ഇവിടെയും അക്ഷരത്തോടു കൂടി എന്ത് വന്നു? ഒരു ചിഹ്നം വന്നു. ഏത് ചിഹ്നം? ഈ ചിഹ്നം തന്നെ വന്നു, അല്ലേ? ഊ എന്നുള്ള അക്ഷരത്തിനും ഇതുപോലെ ചിഹ്നം ചേർത്തിട്ടുള്ള അക്ഷരമാണ് ഊ എന്നുള്ള അക്ഷരത്തിന് വരുന്നത്. ഈ ചിഹ്നം തന്നെയാണ് ഊ. ഇപ്പോൾ നമ്മൾ ഊഞ്ഞാൽ, ഊമ, ഊണ് എന്നൊക്കെ പറഞ്ഞുള്ള എഴുതാം, അല്ലേ? ഊട്ടി എഴുതാം.
എന്നിട്ട് എന്ത് വേണം, മറിച്ചിട്ട് അക്ഷരങ്ങൾക്ക് ഊ ശബ്ദം കൊടുക്കണം. ഇപ്പം സാക്ക് തന്നെ കൊടുത്തു, സ ഊ ശബ്ദം കൊടുത്തപ്പോൾ എന്ത് പറ്റി, ഇത് ഇങ്ങനെ കിട്ടും, ഊകാരം. സൂര്യൻ, സ ഊ, പിന്നെന്താണ്, യാ ചിഹ്നം കൊടുക്കുക, ഇൻ, സൂര്യൻ, സൂര്യൻ. ഇങ്ങനെയാണ് സൂര്യൻ എഴുതുന്നത് കേട്ടോ. അപ്പം എന്താ ചെയ്യേണ്ടത്, ഉകാരം ഊകാരമായി. ഇതേ ഒരു ചെറുത് ഒരു വലുത്. ഇപ്പോൾ മനസ്സിലായില്ലേ ടീച്ചറോട് എന്തിനാ 2 വര വരച്ചതെന്ന് മനസ്സിലായി. ഇതാണ് ഊകാരം. ഓക്കെ, അപ്പോൾ എഴുതുക. അടുത്ത അക്ഷരമാണ് ഇത്തിരി കോംപ്ലിക്കേഷൻ, റ്. റായുടെയും രായുടെയും ശബ്ദം ഇതിൽ കൊടുക്കാം. റ്, രു എന്നൊക്കെ പറയുന്ന അക്ഷരമാണ് ഇത്. ഇതിന് നമ്മുടെ ഋഷി, ഋഷഭം കാള. നമുക്കിപ്പോൾ എഴുതാൻ പറ്റില്ല വാക്ക്, എങ്കിലും ഋഷി എന്ന് എഴുതാം അല്ലേ, മുനിമാരി. അപ്പോൾ ഇത് എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ നിന്ന് ഇങ്ങനെ വളച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ എടുത്ത് ഇതാണ് റ്. ഇച്ചിരി ടഫാണ് കേട്ടോ, പ്രത്യേകിച്ച് ശ്രദ്ധ കൊടുത്ത് എഴുതേണ്ട ഒരു അക്ഷരമാണ് കേട്ടോ, അല്ലെങ്കിൽ തെറ്റിപ്പോവും. ഇതാണ് അതിൻ്റെ പാറ്റേൺ, റ്. ഓക്കെ, അതിൻ്റെ ചിഹ്നം. ഇനി ഇത് ചേർത്തിട്ട് നമുക്ക് വാക്കുണ്ടാക്കണ്ടേ, അതിന് ചിഹ്നവും ഇതുപോലെ തന്നെ മുകളിൽ നിന്ന് താഴത്തേക്ക് കൊണ്ടുവന്ന് ഇതിങ്ങനെ ഒന്ന് വളക്കണം. ഇതാണ് റ് എന്നുള്ള ചിഹ്നം. അപ്പം നമുക്ക് ഏത് വാക്ക് കൊടുക്കാം റ് എന്നുള്ളതിന്? ഇതുവരെ പഠിച്ചത് ഇന്ന് സൃഷ്ടി എന്നുള്ള വാക്ക്, അല്ലെങ്കിൽ കൃപ. നോക്കിയേ, ക എന്നുള്ള അക്ഷരത്തിന് റ് കൊടുക്കുമ്പോൾ കൃ, പിന്നെ പ, കൃപ, അല്ലെങ്കിൽ കൃഷി, നൃപൻ, രാജാവ്. ഇതൊക്കെ നമുക്ക് ഈ റ് ചിഹ്നത്തിൽ കൊടുക്കാം. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരു വാക്ക് ടീച്ചർ പറയുന്നത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമെന്ന് നോക്കുക. ഇതെന്താണ് ഈ അക്ഷരം? ആ. വായിക്കാൻ പറ്റുന്നുണ്ടോ? ആ, ടീച്ചറിൻ്റെ എക്സ്പീരിയൻസിൽ 2 സ്വരാക്ഷരങ്ങൾ ചേർന്ന് വരുന്നത്. സാധാരണ ഒരു സ്വരം കഴിഞ്ഞാൽ വ്യഞ്ജനങ്ങളാണ് വരുന്നത്. ഇവിടെ 2 സ്വരാക്ഷരം ചേർന്ന് വരും. അറിണി എന്ന് വെച്ചാൽ കടമില്ലാത്തവൻ എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. അറിണി, ഋണം എന്ന് പറഞ്ഞാൽ കടം. അപ്പം ഇങ്ങനെ ഒരു വാക്കുണ്ട്. അപ്പം ഈ വാക്ക് എവിടെ എഴുതണം? ആ എന്നുള്ള അക്ഷരത്തിൻ്റെ പേജിൽ എഴുതണം, അറിണി കേട്ടോ. നമ്മളിപ്പോൾ സ്വരാക്ഷരങ്ങളിലെ ആദ്യത്തെ 7 അക്ഷരങ്ങൾ പഠിച്ചു. അതിൽ ആദ്യത്തെ അക്ഷരം, അതായത് ആ എന്ന അക്ഷരത്തിനൊഴികെ മറ്റുള്ളതിനെല്ലാം അക്ഷരങ്ങളുടെ വലതുഭാഗത്തായി നമ്മൾ ശബ്ദത്തിനനുസരിച്ചുള്ള ചിഹ്നങ്ങൾ ചേർത്തിട്ടുണ്ട്. അടുത്ത ഭാഗത്ത് നമ്മൾക്ക് തുടർന്നുള്ള അക്ഷരങ്ങൾ പഠിക്കാം. അതിൻ്റെ അനുയോജ്യമായ ശബ്ദം കൊടുക്കുന്ന ചിഹ്നങ്ങൾ, അവയുടെ സ്ഥാനങ്ങൾ എല്ലാം പഠിക്കാം. ഓക്കെ, നന്ദി.